ട്രൈ ചെയ്ത് നോക്കി നോക്കും. ചിലപ്പോൾ ഒരു ചോറോ ചാറോ ഒരു ദിവസത്തിനുള്ള ഗ്യാസ് ഇതിന്ന് കിട്ടും. കേരളത്തിലത്തെ ആൾക്കാർ പറഞ്ഞാൽ നമ്മുടെ കേരളീയർ പറഞ്ഞാൽ കഞ്ഞിയും ചമ്മന്തിയും കൂട്ടി കഴിച്ചൊരു കാലം ഉണ്ടായിരുന്നു. അത് നിങ്ങൾക്ക് അറിയില്ലേ? അപ്പോൾ അതൊന്നും വലിയ കാര്യമൊന്നുമില്ല. നമ്മൾ ഒരിക്കലും പട്ടിണി എടുക്കൊന്നുമില്ല. ഗ്യാസ് ഇല്ല, അതില്ല, ഇതില്ല പറഞ്ഞിട്ട് ആരും ടെൻഷൻ അടിച്ചിട്ട് എവിടെയും നിൽക്കേണ്ട ആവശ്യമില്ല. പാത്രം എടുക്കുക, എന്നിട്ട് ഇതിൽ പകുതി കുറച്ച് വെള്ളം എടുത്തിട്ട് തിളപ്പിക്കുക. വിളക്കിയ വേറെ എന്തെങ്കിലും അടുപ്പിലോ അല്ലെങ്കിൽ വേറെ അടുത്ത വീട്ടിലോ അവിടെയൊക്കെ പോയിട്ട് ഈ ഒരു ഇതിൽ തിളപ്പിച്ചിട്ട് ആ ഒരു തിളച്ച വെള്ളം ഉണ്ടാവില്ലേ, ആ ഒരു വെള്ളം ഇല്ല അതില്ല പറഞ്ഞിട്ട് ഒന്നും നിങ്ങൾ ടെൻഷൻ അടിക്കണ്ട. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് അടിപൊളി കാര്യങ്ങളെ സുൽഫിയാണേ. ഇപ്പോൾ വരുന്ന ഗ്യാസിൻ്റെ പ്രശ്നം ഇപ്പോൾ ഭയങ്കര പ്രശ്നമാണ് അല്ലേ? അപ്പോൾ അതിന് നമ്മളൊരു ചെറിയൊരു ടിപ്സ് ആയിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ. എന്താ ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ ഈ ഒരു ഗ്യാസ് സിലിണ്ടർ നമ്മുടെ അടുത്ത് കഴിഞ്ഞു എന്ന് വെച്ചോ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അപ്പോൾ നമ്മൾ വെച്ചിട്ട് വേറെ ബുക്ക് ചെയ്തിട്ട് വേറെ സിലിണ്ടർ നമ്മൾ മാറ്റി വയ്ക്കും. അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ബുക്ക് ചെയ്യാൻ പറ്റണില്ല. ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ടൗണിലുള്ള ആളുകൾക്ക് 25 ദിവസം, അതേപോലെ ഗ്രാമത്തിലുള്ള ആളുകൾക്കൊക്കെ 45 ദിവസം എന്നൊക്കെ വേണ്ടി ഇന്നലെ ന്യൂസൊക്കെ ഇടണം. ഞാൻ തന്നെ മറ്റേ സ്റ്റോറിയും ഇതൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇനി ഇപ്പോൾ ഒരു 3-4 ദിവസമായിട്ടുള്ളൂ മറ്റേ ഓൾമോസ്റ്റ് കടലെടുക്ക് അടച്ചിട്ട്. അപ്പോഴത്തേനും നമുക്ക് ഭയങ്കര ടൈറ്റായി. ഇനി ചിലപ്പോൾ ഇനി ഒരു 10 ദിവസം 20 ദിവസം പറയുമ്പോൾ നമുക്ക് തീരെ ഗ്യാസ് കിട്ടാൻ വഴി ഉണ്ടാവില്ല. അപ്പോൾ അതിന് നമ്മളൊരു ചെറിയൊരു ടിപ്സ് മാത്രമാണ് പറയുന്നത്. എന്താ ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ഒരു ഗ്യാസ് നമുക്ക് കഴിഞ്ഞു വെച്ചോ. അപ്പോൾ കഴിഞ്ഞ ഒരു സിലിണ്ടർ ആണെങ്കിൽ ചിലപ്പോൾ നമ്മുടെ ചോറ് വയ്ക്കുമ്പോഴോ ചാറ് വയ്ക്കുമ്പോഴൊക്കെ പകുതിയായിട്ട് ഓഫായി പോയി. അപ്പോൾ നമുക്ക് വേറെ വഴിയില്ലാണ്ട് നമുക്ക് ആകെ ടെൻഷനായിട്ടിരിക്കും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇതേപോലെ ഒരു പാത്രം എടുക്കുക, എന്നിട്ട് ഇതിൽ പകുതി കുറച്ച് വെള്ളം എടുത്തിട്ട് തിളപ്പിക്കുക. വിളക്കിയ വേറെ എന്തെങ്കിലും അടുപ്പിലോ അല്ലെങ്കിൽ വേറെ അടുത്ത വീട്ടിലോ അവിടെയൊക്കെ പോയിട്ട് ഈ ഒരു ഇതിൽ തിളപ്പിച്ചിട്ട് ആ ഒരു തിളച്ച വെള്ളം ഉണ്ടാവില്ലേ, ആ ഒരു വെള്ളം ഇതേപോലെ ഗ്യാസ് സിലിണ്ടറിൻ്റെ ഇവിടെ ഈ മേലെ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക. അവിടെ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക. അതേപോലെ തിരിച്ച് അതേപോലെ ഈ ഭാഗത്തും അതേപോലെ തിരിച്ചൊക്കെ ഇങ്ങനെ ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിന്ന് കുറച്ച് നേരം കൂടി നിങ്ങൾക്ക് ഗ്യാസ് കത്തിക്കാൻ പറ്റും. എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ ട്രൈ ചെയ്ത് നോക്കിയിട്ടാണ് ഞാൻ പറയുന്നത് കേട്ടോ. എന്താ വെച്ചാൽ നിങ്ങൾക്ക് ചിലപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കി നോക്കും. ചിലപ്പോൾ ഒരു ചോറോ ചാറോ ഒരു ദിവസത്തിനുള്ള ഗ്യാസ് ഇതിന്ന് കിട്ടും എന്നുള്ളതാണ് ഇത്. അതേപോലെ തണുപ്പ് കാലത്താണ് കൂടുതലും ഇതിന്ന് അതേപോലെ നമുക്ക് ഗ്യാസ് കിട്ടുക. എന്താ വെച്ചാൽ തണുപ്പ് കാലത്ത് ഇതിൻ്റെ ഗ്യാസ് ഇതിൻ്റെ ഉള്ളിൽ കട്ടായിട്ട് ഉണ്ടാവുള്ളൂ. അപ്പോൾ ആ ഒരു ചൂട് അതിൽ തട്ടുമ്പോൾ അത് വീണ്ടും ഗ്യാസായി വന്നിട്ട് നമുക്ക് കിട്ടും. ചൂട് കാലത്ത് പറയുമ്പോൾ നമുക്ക് അതികാലത്തൊക്കെ ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ തണുപ്പ് സമയമായിരിക്കുമല്ലോ, അപ്പോഴൊക്കെ നമുക്കത് ഭയങ്കര ഉപകാരപ്രദമാവുന്ന കാര്യമാണ്. അതേപോലെ തന്നെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് എനിക്കൊന്ന് കമൻറ്റിൽ പറയണം കേട്ടോ. പിന്നെ ഇതിൻ്റെ ഫുള്ള് നമ്മൾ ഡീറ്റെയിൽസ് ആയിട്ട് കുറേ വീഡിയോസ്, നമ്മളത് ചെയ്യുന്ന വീഡിയോസ് തന്നെ അത് എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്നുള്ളത് കറക്റ്റ് പ്രൂഫായിട്ട് തന്നെ എൻ്റെ യൂട്യൂബ് ചാനലിൽ സുൽഫി KG എന്നുള്ള യൂട്യൂബ് ചാനലിൽ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് ഏകദേശം ഒരു 10-60 വീഡിയോസിൻ്റെ താഴെയാണ്. കഴിഞ്ഞ വർഷം കിട്ടിയ വീഡിയോസാണ്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് കയറി നോക്കി നോക്കും കേട്ടോ. അത് ഈ ഗ്യാസിൽ ഇതിൽ എത്ര അളവ് എത്ര ഉണ്ടെന്ന് ഞാൻ കറക്റ്റായിട്ട് ഞാൻ 2 സിലിണ്ടറും വെച്ച് കാണിച്ചു കൊടുക്കുന്നുണ്ട്. ഒന്നിൽ ഫുള്ളായിട്ടുള്ള ഗ്യാസ് ഉള്ള സിലിണ്ടറും ഒന്നിൽ ഗ്യാസ് ഇല്ലാത്ത സിലിണ്ടറുമായിട്ട് എങ്ങനെ നമുക്ക് കറക്റ്റായിട്ട് അതിലുള്ള അളവ് ഗ്യാസ് എത്ര ഉണ്ട് നോക്കാനുള്ള കറക്റ്റായിട്ടുള്ളത് അതിൽ കാണിക്കുന്നുണ്ട്. അതേപോലെ ഈ മൂടിയൊക്കെ അല്ലേ, അത് എടുക്കാൻ പറ്റാത്ത കുറേ ആളുകളുണ്ട്. അപ്പോൾ അവർക്കൊക്കെ സിമ്പിളായിട്ട് എടുക്കുന്ന പോലെ കുറച്ച് ടിപ്സൊക്കെ ആ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കയറി നോക്കുക. അതേപോലെ തന്നെ നിങ്ങൾ ഈ ഒരു കാര്യം, ഈ വെള്ളം ഒഴിച്ചിട്ട് ചെയ്യുന്ന കാര്യം ഒന്നും വേണ്ട, നിങ്ങൾക്കൊരു ചായ തിളപ്പിക്കാനുള്ള ഒരു ഗ്യാസെങ്കിലും കിട്ടും. അതറിഞ്ഞാൽ പോരാ നിങ്ങൾക്ക്. എന്തായാലും നമുക്ക് ഇല്ല എന്നുള്ളതല്ല, ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിട്ടോ. എന്നിട്ട് ഒന്ന് കമൻറ്റ് ഇട്. വീഡിയോ ഒന്ന് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കണേ. മറ്റുള്ളവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തിട്ട് ചാനലൊക്കെ ഒന്ന് ഫോളോ ചെയ്യട്ടോ. ഞാൻ ഇതേപോലെ ഒരുപാട് വീഡിയോസ് ഇട്ടുണ്ട്. അതേപോലെ ജസ്റ്റ് മറ്റുള്ള വീഡിയോസൊക്കെ ഒന്ന് കയറി നോക്കിക്കോട്ടോ. നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒരുപാട് വീഡിയോസ് സുൽഫി KG എന്നുള്ള ചാനലിൽ നമ്മൾ എന്നും നിങ്ങളുടെ കൂടെ ഉണ്ടാവും. നിങ്ങൾ എന്നും എൻ്റെ കൂടെ ഉണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു കേട്ടോ. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഗ്യാസ് ഇല്ല അതില്ല പറഞ്ഞിട്ട് ഒന്നും നിങ്ങൾ ടെൻഷൻ അടിക്കണ്ട. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് അടിപൊളി കാര്യങ്ങളാണ്. പിന്നെ ഒരു കാര്യം, ഇനി എൻ്റേതായിട്ടുള്ളൊരു കാര്യം, പിന്നെ ഗ്യാസ് നമുക്ക് ഒരിക്കലും ഇല്ല, അതേപോലെ തന്നെ ഗ്യാസ് നമുക്ക് ഇനി കിട്ടുകയല്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആരും ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ പഴയ കാലത്തേക്ക് നമുക്ക് വീണ്ടും പോവുക. സിമ്പിൾ കാര്യമാണ്. കുറച്ച് വിറക് വാങ്ങിയിട്ട് വരിക, എന്നിട്ട് ഒരു അടുപ്പ് കൂട്ടുക, നമ്മൾ സാധനങ്ങൾ വെക്കുക, അത്രയേ ഉള്ളൂ. ഇപ്പോൾ അടുപ്പില്ലാത്ത ആളുകൾ എന്താ ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു 4 കല്ല് വെച്ചിട്ട് 3 കല്ല് വെച്ചിട്ട് ഒരു അടുപ്പ് ഉണ്ടാക്കിയിട്ട് നമുക്ക് കഞ്ഞിയും ചോറും വെക്കാനുള്ളൂ, കഞ്ഞിയും ചാറും വെക്കാനുള്ളൂ. ഇപ്പോൾ നമ്മൾ കഞ്ഞിയും ഇതൊന്നും കുടിക്കാത്ത ആളുകളൊന്നും അല്ലല്ലോ. പഴയ ആളുകൾക്കൊക്കെ അറിയാം. ഇപ്പോഴാണ് എല്ലാവരും ഷവർമ, മന്തി, അതേപോലെ മധുകൂത്ത്, അത് ഇത് എന്ന് പറഞ്ഞിട്ടൊക്കെ കുറേ വിഭവങ്ങൾ കഴിച്ചിട്ട് നമുക്ക് ആ പഴയ ഓർമ്മയൊക്കെ മറന്നു പോയിട്ടുണ്ടാവും. പക്ഷേ കേരളത്തിലത്തെ ആൾക്കാർ പറഞ്ഞാൽ, നമ്മുടെ കേരളീയർ പറഞ്ഞാൽ കഞ്ഞിയും ചമ്മന്തിയും കൂട്ടി കഴിച്ചൊരു കാലം ഉണ്ടായിരുന്നു. അതൊന്നും നിങ്ങൾക്ക് അറിയില്ലേ? അപ്പോൾ അതൊന്നും വലിയ കാര്യമൊന്നുമില്ല. നമ്മൾ ഒരിക്കലും പട്ടിണി എടുക്കൊന്നുമില്ല. ഗ്യാസ് ഇല്ല, അതില്ല, ഇതില്ല പറഞ്ഞിട്ട് ആരും ടെൻഷൻ അടിച്ചിട്ട് എവിടെയും നിൽക്കേണ്ട ആവശ്യമില്ല. നിങ്ങളൊരു 4 കല്ല്
വെച്ചിട്ട് വിറക് വെച്ചിട്ട് കഞ്ഞിയും ചമ്മന്തിയും കുടിക്കുക. അതൊക്കെ നമ്മളൊക്കെ ഒരുപാട് കുടിച്ചിട്ടുണ്ട്. നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്ക്. ഇപ്പോഴത്തെ കാര്യം നിങ്ങൾ നോക്കണ്ട. അപ്പോൾ വെയിറ്റ് വിടാൻ പറ്റാത്ത ആളുകളൊക്കെ പറയും ഞാൻ കഞ്ഞി കുടിക്കില്ല ചമ്മന്തി കൂട്ടില്ല എന്നൊക്കെ പറയും. പക്ഷെ ഒരു കാലത്ത് കേരളത്തിൽ അതന്നെ ആയിരുന്നു. കഞ്ഞി ചമ്മന്തി കപ്പ ഒക്കെ കുടിച്ചിട്ട് ഞാൻ തന്നെ ഒരുപാട് കുടിച്ചിട്ടുണ്ട്. അതാണ് പറയണേ, അതൊന്നും വിഷയമല്ല. അതൊക്കെ കുടിച്ച് കിടക്കുമ്പോൾ നമുക്കൊരു സമാധാനമുണ്ട്. ഇന്ന് ഈ ഷവർമ്മ, മന്തി, കോഴി, ചിക്കൻ, പൊറോട്ട അത് ഇതൊക്കെ കണ്ണിക്കണ്ടൊക്കെ കഴിച്ച് കിടക്കുമ്പോഴും ഉറക്കത്തിനൊരു സമാധാനം ഉണ്ടാവില്ല, നമ്മുടെ ലൈഫിലും ഒരു ഇതുണ്ടാവില്ല. അങ്ങനത്തെ ഒക്കെ ഒരു കാലഘട്ടമാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾ ഒരിക്കലും ടെൻഷൻ അടിക്കണ്ട. നമുക്ക് കുറച്ച് ദിവസമെങ്കിൽ കുറച്ച് ദിവസം കഞ്ഞി ചമ്മന്തി കിട്ടിയാലും സമാധാനത്തിലുള്ള ജീവിതമുണ്ട്. അതേപോലെ തന്നെ നിങ്ങൾ ഇപ്പോൾ ഉള്ള സിലിണ്ടറുകളൊക്കെ നിങ്ങളിപ്പോൾ ഒരു മാസത്തിനൊക്കെ ഉപയോഗിക്കുന്ന സിലിണ്ടർ ആണെങ്കിൽ അത് 2 മാസമായിട്ട് സേവ് ചെയ്ത് വെക്കുക. ഒരുപാട് ഗ്യാസ് കത്തിക്കേണ്ട ആവശ്യമില്ല. ഇപ്പം നമ്മുടെ യുദ്ധത്തിൻ്റെയൊക്കെ കുറേ സംസാരങ്ങളും കുറേ അതൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതൊക്കെ ക്ലിയർ ആയിട്ട് ഓൾമോസ്റ്റ് കടലെടുക്കൊക്കെ തുറക്കുക എന്നുണ്ടെങ്കിൽ വീണ്ടും നമുക്ക് പഴയ പോലെ തന്നെ ഗ്യാസ് വരും, എണ്ണ വരും, എല്ലാം പഴയ പോലെ തന്നെ ആവട്ടോ. യുദ്ധത്തിൻ്റെ ഒരു കാര്യമല്ലേ, നിങ്ങളെന്നെ ആലോചിച്ച് നോക്ക്. യുദ്ധം എവിടെ നടക്കുന്നത്, പക്ഷേ അതിൻ്റെ ഇത് നമ്മളാണ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ വീഡിയോ എന്തായാലും നിങ്ങൾ സേവ് ചെയ്ത് വെച്ചോട്ടോ. അപ്പോൾ ഓക്കെ, ബൈ.